ലോകത്തിലെ ഏറ്റവും മനോഹരമായ പക്ഷികളുടെ കൂടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറിയ കൊമ്പുകളും ഇലകളും പൂക്കളുടെ നാരുകളും ചിലപ്പോൾ മനുഷ്യർ ഉപയോഗിച്ച നൂലുകളും ചേർത്ത് പ്രകൃതിയുടെ അത്ഭുതമായ കലാസൃഷ്ടികളാണ് അവ നിർമ്മിക്കുന്നത്. ഒരു ചെറിയ പക്ഷി അതിന്റെ കൊക്കുകൾ കൊണ്ടും കാൽപാദങ്ങൾ കൊണ്ടും അസാധാരണമായ ക്ഷമയോടെയും കൃത്യത്തോടെയും കാറ്റിനെയും മഴയിനെയും ചേർക്കുന്ന ഒരു സുരക്ഷിതമായ വീടാണ് ഉണ്ടാക്കുന്നത്. ഓരോ തത്വവും സൂക്ഷ്മമായി നെയ്ത് ഓരോ വളവും അളന്നു തീർത്തിട്ടാണ് ആ കൂട് രൂപം കൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പക്ഷിക്കൂടുകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വീഡിയോ എന്തായാലും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പ്രകൃതിയുടെ അത്ഭുത ശില്പിയാണ് ഇവ. ചെറിയ ശരീരം പക്ഷേ അതുല്യമായ കഴിവ്. ഇതാണ് ബായ വീവർ, അതായത് നെയ്ത്തുകാരൻ പക്ഷി. ഒരു കാറ്റ് വീശുന്ന സായാഹ്നം. നെൽവയലുകളുടെ അരികിൽ നിൽക്കുന്ന ഒരു തെങ്ങ് അല്ലെങ്കിൽ ബാബുൽ മരത്തിന്റെ തുമ്പിൽ ഒരു ചെറിയ പക്ഷി തിരക്കിലാണ്. അതിന്റെ കൊക്ക് ഒരു സൂചി പോലെ പ്രവർത്തിക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് പച്ച പുൽത്തണ്ടുകളും ഇലനാരുകളും കാട്ടുപുല്ലുകളുടെ നീളമുള്ള തണ്ടുകളും. ഇവയൊക്കെയാണ് ഇതിന്റെ നിർമ്മാണ സാമഗ്രികൾ. കൂട് കെട്ടുന്നതിന്റെ ആദ്യത്തെ ഘട്ടം സ്ഥലം തെരഞ്ഞെടുക്കലാണ്. ബായ വീവർ സാധാരണയായി വെള്ളത്തിനരികിലോ നെൽവയലുകളിലോ മുള്ളുള്ള മരങ്ങളിലോ ആണ് കൂട് നിർമ്മിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ശത്രുക്കളിൽ നിന്ന് സുരക്ഷയ്ക്കായി വേണ്ടിയിട്ടാണ് ഇവ ഇങ്ങനെ ചെയ്യുന്നത്. പാമ്പുകളും കുരങ്ങുകളും വലിയ പക്ഷികളും കൂട് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത വിധം മരത്തിന്റെ താഴേക്ക് തൂങ്ങിയ നിലയിലാണ് ഇവയുടെ കൂടുകൾ. പെൺപക്ഷികളിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആൺ ബീവറാണ് കൂടുകളിനെ നിർമ്മിക്കുന്നത്. ഇവ ആദ്യമായി ഒരു ശക്തമായ പുൽത്തണ്ടുകൊണ്ട് മരത്തിന്റെ കൊമ്പിൽ കെട്ടുന്നു. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പുൽത്തണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഇവ കൂടിനെ തുന്നിയെടുക്കുന്നത്. ഈ പ്രക്രിയയിൽ പക്ഷി തന്റെ കൊക്കുകൾ ഉപയോഗിച്ച് തണ്ടുകളിനെ വലിച്ചു കെട്ടിയിട്ടും പിന്നെ കാൽപാദങ്ങൾ കൊണ്ട് പിടിച്ചു നെയ്യുകയും ചെയ്യുന്നു. ഒരു തണ്ട് മറ്റൊന്നിന്റെ മുകളിലൂടെ കിടത്തി അടിയിൽ കൊണ്ടുവന്ന് വീണ്ടും മുകളിലൂടെ കെട്ടി ഒരു തുണി തുന്നുന്നത് പോലെ. ഇതുകൊണ്ടാണ് ഈ പക്ഷിയുടെ പേര് വീവർ ബേർഡ് എന്ന് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ നീളമുള്ള പ്രവേശനം? ശത്രുക്കൾക്ക് അകത്ത് കയറാൻ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൂടാതെ മഴവെള്ളം നേരിട്ട് അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവയുടെ പ്രവേശനം അടിയിലൂടെ വന്നിരിക്കുന്നത്. ഒരു കൂട് പൂർത്തിയാക്കാൻ സാധാരണയായി 7 മുതൽ 18 ദിവസം വരെ എടുക്കും. ചിലപ്പോൾ 500 മുതൽ 1000 വരെ പുൽത്തണ്ടുകൾ ഉപയോഗിക്കാറുമുണ്ട്. അങ്ങനെ ഇവയുടെ കൂട് തയ്യാറായി കഴിഞ്ഞാൽ ആൺപക്ഷി അതിന്റെ ചിറകുകൾ വിടർത്തി ശബ്ദമുണ്ടാക്കി പെൺപക്ഷികളെ ആകർഷിക്കുന്നു. ആഫ്രിക്കയുടെ വരണ്ട മരുഭൂമിയിൽ കനത്ത ചൂടും കാറ്റും നിറഞ്ഞ ആകാശത്തിന്റെ കീഴിൽ ഒരു മരത്തിന്റെ മുകളിലേക്ക് നോക്കൂ. അവിടെ കാണുന്നത് ഒരു പക്ഷിക്കൂടല്ല, അത് മുഴുവൻ ഗ്രാമമാണ്. ഇതാണ് സോഷ്യബിൾ വീവർ, ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൂട് നിർമ്മിക്കുന്ന പക്ഷി. ചെറിയ ശരീരമുള്ള ഈ പക്ഷികൾ ഒറ്റയ്ക്ക് താമസിക്കാറില്ല. ഇവയ്ക്ക് കുടുംബം എന്നതിലുപരി സമൂഹമാണ് പ്രധാനം. 100 കണക്കിന് പക്ഷികൾ ചേർന്ന് ഒരൊറ്റ വലിയ കൂട് നിർമ്മിക്കുന്നു. ആദ്യമായി ഒരു ശക്തമായ മരത്തിന്റെ മുകളിലാണ് ഇവ സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. സാധാരണയായി ആഫ്രിക്കയിലെ കൽഹാരി മരുഭൂമിയിലെ ഉയർന്ന അക്കേഷ്യ മരങ്ങളിലാണ് ഇവ കൂടുകൂട്ടാറുള്ളത്. കാരണം ഉയരം കൂടുന്തോറും സുരക്ഷയും കാറ്റിന്റെ തണുപ്പും കൂടും. കൂടുകൂട്ടാൻ തുടങ്ങുമ്പോൾ ഓരോ പക്ഷിയും ചെറിയ പുൽത്തണ്ടുകളും കട്ടിയുള്ള വറ്റിയ ചളികളും കൊണ്ടുവരും. ഒരാൾ മാത്രമല്ല ഇവിടെ പണി ചെയ്യുന്നത്, മുഴുവൻ കൂട്ടവും ചേർന്നിട്ടാണ് ഇവിടെ കൂട് നിർമ്മിക്കുന്നത്. മുകളിലായി ഒരു വലിയ മേൽക്കൂര പോലെ ഒരു കട്ടിയുള്ള പാളി ഉണ്ടാക്കുന്നു. ഇത് സൂര്യന്റെ കനത്ത ചൂട് നിന്ന് അകത്തെ ഭാഗം സംരക്ഷിക്കുന്നു. ഈ മേൽക്കൂര അത്രയും കട്ടിയുള്ളതാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ 1 മുതൽ 2 മീറ്റർ വരെ കനമുണ്ടായിരിക്കും. ഒരു സോഷ്യബിൾ വീവർ കൂട്ടിൽ 100-ലധികം പ്രവേശന കവാടങ്ങൾ ഉണ്ടാക്കും. ഓരോ ദ്വാരവും ഓരോ മുറിയിലേക്കായിരിക്കും നയിക്കുന്നത്. ഇവയുടെ കൂട് വർഷങ്ങളോളം നിലനിൽക്കും. ചില കൂടുകൾ 100 വർഷം വരെ ഉപയോഗിക്കപ്പെട്ടതായി പഠനങ്ങൾ പറയുന്നു. മരുഭൂമിയിലെ മുള്ളുകളുള്ള കാക്ടസ് ചെടികളുടെ ഇടയിൽ ഒരു പക്ഷിയിരിക്കുന്നു. ഇതാണ് കാക്ടസ് വ്രൻ, മരുഭൂമിയിലെ ബുദ്ധിമാനായ നിർമ്മാതാവ്. അമേരിക്കയുടെ തെക്കൻ മരുഭൂമിയിൽ, പ്രത്യേകിച്ച് സൊനോറൻ മരുഭൂമിയിലാണ് ഈ പക്ഷി ജീവിക്കുന്നത്. ചുറ്റും കനത്ത ചൂടായിരിക്കും, കുടിക്കാൻ വെള്ളം പോലും ഉണ്ടാവില്ല. എന്നാൽ ശത്രുക്കൾ നിറഞ്ഞ പരിസ്ഥിതി. എന്നാൽ ഇതിനൊരു രഹസ്യമുണ്ട്, അതാണ് അതിന്റെ കൂട്. കാക്ടസ് വ്രൻ സാധാരണയായി ചോള അല്ലെങ്കിൽ സഗ്വേറോ കാക്ടസ് ചെടികളിലാണ് കൂട് നിർമ്മിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവ കാക്ടസ് ചെടികളിൽ കൂട് നിർമ്മിക്കുന്നത്? കാരണം കാക്ടസ് ചെടികളിലുള്ള മുള്ളുകൾ അതിന് സുരക്ഷയായി പ്രവർത്തിക്കുന്നു. പാമ്പുകൾ
പാമ്പുകൾക്കും മറ്റു ശത്രുക്കൾക്കും അകത്ത് കടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവ കൂട് നിർമ്മാണം തുടങ്ങുമ്പോൾ ഇത് വറ്റിയ പുൽത്തണ്ടുകളും ചെറുചില്ലകളും ശേഖരിക്കുന്നു. എന്നിട്ട് അതിനെ ശക്തമായ കൊക്ക് ഉപയോഗിച്ചിട്ട് അവയെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു വലിയ ബോളിന്റെ രൂപത്തിൽ രൂപപ്പെടുത്തുന്നു. ഈ കൂടിനെ കാണാൻ ഒരു ഫുട്ബോൾ പോലെ ഉണ്ടാവും. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് അതിന്റെ വശത്തുള്ള ഒരു ചെറിയ തുരങ്കം പോലെയുള്ള പ്രവേശന കവാടമാണ്. നിങ്ങൾ വിചാരിക്കും ഈ തുരങ്കം എന്തിനാണ്? ശത്രുക്കൾ നേരിട്ട് കൂടിന്റെ അകത്തിൽ കയറാതിരിക്കാനായിട്ടാണ്. അത് മാത്രമല്ല കാറ്റും ചൂടും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കൂടിന്റെ അകത്ത് കാക്ടസ് വൃൻ മൃദുമായ തൂവലുകളും പുല്ലുകളും ഉപയോഗിച്ച് ഒരു സുഖപ്രദമായ മുറി ഒരുക്കുന്നു. അവിടെയാണ് അത് മുട്ടകൾ ഇടുന്നത്. ഒരു സീസണിൽ ഇവ ഒന്നിലധികം കൂടുകൾ നിർമ്മിക്കാറുണ്ട്. എല്ലാം മുട്ടയിടാൻ വേണ്ടി മാത്രമല്ല. ചില കൂടുകൾ ഡമ്മി നെസ്റ്റ് ആണ്, അതായത് ശത്രുക്കളെ കബളിക്കാനാണ് ഇവ വേറെയും കൂടുകൾ ഉണ്ടാക്കുന്നത്. കൂടാതെ തണുപ്പ് കാലത്ത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവ കുടുംബമായി കൂട്ടിനകത്ത് ഒരുമിച്ചിരിക്കും. ആ ചെറിയ വട്ടക്കൂട് ചൂട് സംരക്ഷിക്കുന്ന ഒരു ചെറിയ വീടായി മാറുന്നു. പ്രകൃതിയിൽ ചില പക്ഷികൾ കൂട് നിർമ്മിക്കുന്നു. എന്നാൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന പക്ഷി ഒരു ഗാലറി തന്നെയാണ് നിർമ്മിക്കുന്നത്. ഈ പക്ഷിയുടെ പേരാണ് ബോവർ ബേർഡ്. ഈ പക്ഷി ഓസ്ട്രേലിയയിലും ന്യൂഗിനിയിലുമുള്ള കാടുകളിലാണ് ഇവ ജീവിക്കുന്നത്. പക്ഷെ ഈ പക്ഷിയുടെ ലക്ഷ്യം വെറും കൂട് പണിയാൻ മാത്രമല്ല, അതിന്റെ ലക്ഷ്യം ആകർഷണമാണ്. ബോവർ ബേർഡിന്റെ കൂട് ഒരു സാധാരണ കൂടല്ല. ഇത് മുട്ടയിടാൻ ഉപയോഗിക്കാറുമില്ല. ഇതൊരു പ്രണയവേദിക്കാണ്. ആൺ ബോവർ ബേർഡ് ആദ്യം നിലത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കും. തുടർന്ന് ചെറുചില്ലകൾ ഉപയോഗിച്ച് രണ്ട് ചെറിവുകൾ പോലെ നിവർത്തി നടുവിലൊരു വഴിയുണ്ടാക്കുന്നു. ഇതൊരു ചെറിയ തുരങ്കം പോലെ കാണപ്പെടുന്നതാണ്. ഇപ്പോഴാണ് ഇവയുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. ആൺ ബോവർ ബേർഡ് നിറമുള്ള വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങും. നീലപ്പൂക്കൾ, നിറമുള്ള കല്ലുകൾ, പഴങ്ങളുടെ തൊലി, ചിലപ്പോൾ മനുഷ്യരുപയോഗിച്ച പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ വരെ ഇവർ ശേഖരിക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇവ നീല നിറം കൂടുതൽ ശേഖരിക്കുന്നത്? ചില സ്പീഷീസുകളിൽ നീല നിറം വളരെ പ്രിയമാണ്. അവയുടെ കണ്ണിൽ അത് കൂടുതൽ ആകർഷിക്കും. ആൺപക്ഷി ഈ വസ്തുക്കളിനെയെല്ലാം അതിന്റെ കൂടിന്റെ ചുറ്റും കൃത്യമായി അലങ്കരിക്കുന്നു. വലുത് പിന്നിൽ, ചെറുത് മുന്നിൽ. എന്നാൽ ഇതിനെ ഫോറസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് വിളിക്കും. ഈ ബോവർ ബേർഡ് ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല, ഒരു ആർക്കിടെക്റ്റും ഒരു ഡിസൈനറുമാണ്. അങ്ങനെ ഇവ ബോവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൺപക്ഷി പെൺപക്ഷിയെ ക്ഷണിക്കുന്നു. ആൺപക്ഷി നൃത്തം ചെയ്യാൻ തുടങ്ങും. ചിറകുകൾ വിരിച്ച് നിറങ്ങൾ പ്രകടിപ്പിച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കും. പെൺപക്ഷി എത്തി ബോവർ പരിശോധിക്കും. അലങ്കാരം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവനെ കൂട്ടുകാരനായി ഈ പെൺപക്ഷി തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ബോവർ ബേർഡിന്റെ ബോവർ കൂട് മുട്ടയിടാനുള്ള കൂടല്ല. പെൺപക്ഷി പിന്നീട് വേറൊരു സുരക്ഷിത സ്ഥലത്ത് യഥാർത്ഥ കൂട് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ ബോവർ ബേർഡ് എന്തിനാണ് ഈ കൂടുണ്ടാക്കിയത്? എന്നാൽ ഈ കൂട് പ്രണയത്തിനും തിരഞ്ഞെടുപ്പിനുള്ള ഒരു വേദിയും മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പക്ഷിക്കൂടുകൾ നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. കൈകളില്ലാത്ത ചെറിയ ജീവികൾ പോലും സഹനവും കഴിവും കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകുക. ഇതുപോലുള്ള കൂടുതൽ പ്രകൃതി കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.